നമസ്കാരം, വെരി ഗുഡ് ഈവനിങ്. മഴയൊന്ന് കുറഞ്ഞു, മാനമൊന്ന് തെളിഞ്ഞു. ചൂടില്ല, തണുപ്പില്ല, കുളിര് തീരെയില്ല. ഞാനും എത്തിയിരിക്കുകയാണ് എൻ്റെ ജന്മനാട്ടിൽ കിളിയന്തറ സ്കൂളിൻ്റെ തിരുമുറ്റത്ത്. എന്തിനാണെന്നറിയാമോ? ഈ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. നവനളന്ദ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണം 2025. കണ്ടോളൂ, വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിറഞ്ഞ സ്നേഹത്തോടുകൂടി മൊട്ടസേട്ടേ. നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാണ് ഞങ്ങളുടെ കിളിയന്തറ. ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണത്തിന്റെ ആഘോഷങ്ങൾ അങ്ങനെ അലതുള്ളുകയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം നാടായ കിളിയന്തറയിലും ആഘോഷം അതിൻ്റെ മാക്സിമത്തിൽ എത്തിയിരിക്കുകയാണ്. കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനുള്ളതിലാണ്. മുട്ടച്ചേട്ടൻ അല്പം തളർന്നിട്ടുണ്ട്, എന്നാലും സാരമില്ല. നിങ്ങൾക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായ കുറേയേറെ മുഖങ്ങളെ ഇവിടെ കാണാം. ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു തിരക്കിലാണ്. ഇലയിൽ അങ്ങനെ ചോറിൻ്റെ കുട്ടികളടക്കം എല്ലാവരും ഇതിനകത്ത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കിളിയന്തറയിലെ ആൾക്കാർ എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, വയനാട് ദുരിതം കാരണം ഒന്നും നടന്നില്ല. അതുകൊണ്ട് കേരളം ഒട്ടാകെ ഓണാഘോഷമില്ലായിരുന്നപ്പോൾ കിളിയന്തറയിൽ നടത്തിയില്ല. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം കേരളം ഒട്ടാകെ ഉണ്ട്. മാത്രമല്ല, ലോകമുണ്ട്. മലയാളി എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട്, അവിടെ ഇലയും ഭക്ഷണമുണ്ട്, അവിടെ ആനന്ദമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സ്നേഹമുണ്ട്. ആ സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ മാജിക് മൊമെൻ്റ് എന്നൊരു സിനിമ കൂടി ഒക്ടോബർ നവംബർ മാസത്തിനുള്ളിലായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സിനിമയ്ക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണ കൂടി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. സൗഹൃദം അതിരുകളില്ലാത്ത ആകാശമാകുമ്പോൾ കണ്ടുമുട്ടലുകൾ, കൂടിച്ചേരലുകൾ, ഒത്തൊരുമ എല്ലാം പലപ്പോഴും ആർത്തുലയ്ക്കുന്ന കടൽ പോലെയായി മാറുന്നില്ലേ? ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. അത് ഓർമ്മകൾക്ക് നമ്മുടെ ആയുസ്സോളം ദൈർഘ്യം തന്നെ നൽകും എന്നുള്ളതാണ്. ഈ ഒത്തുചേരലുകളെല്ലാം അതിൻ്റെ ഒരു തെളിവല്ലേ? സൗഹൃദം പുതുക്കലും വീണ്ടും പുതിയ സൗഹൃദങ്ങളെ കണ്ടെത്തലുകളും എല്ലാം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുന്ദര മുഖങ്ങളെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ളതല്ലേ? തീർച്ചയായിട്ടും ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ സ്വന്തം സുഹൃത്തുക്കളാണ് കേട്ടോ. എല്ലാവരും ഓണസദ്യയുടെ ആ ലഹരി തന്നെയാണ്, ആ ഒരു ആഹ്ലാദത്തിൻ്റെ ലഹരി, ഒരു സന്തോഷത്തിൻ്റെ നിർവൃതി, അതാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ചെറിയ തിരക്കുകളുണ്ട്, എന്നാലും സൗഹൃദം, കണ്ടുമുട്ടൽ, ഒത്തുചേരൽ ഇതെല്ലാം ഒന്നായി മാറുകയാണ്. ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളിൽ നമുക്ക് നേരാം ഒന്നായി നിന്നുകൊണ്ട് ആശംസകളോടെ നല്ലൊരു തിരുവോണത്തെ കാത്തിരിക്കുന്ന അവസരത്തിനായിട്ട് ഇവിടെ അത്താറായി നമ്മൾ തിരുവോണത്തിന്റെ മുറ്റത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതെങ്ങനെ കടന്നു വരും നമ്മളെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും. തിരുവോണം. കൂട്ടുകാർ, എൻ്റെ പിന്നിൽ കാക്കിയിട്ട കുറേ ആൾക്കാരെ കാണാം. അവര് ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് സ്റ്റാഫാണ്. ഒപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ അനിലാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഭക്ഷണത്തിന് ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണെന്ന് പറയാം. കാക്കി ഇട്ടാലും ക്യൂ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഉച്ചഭക്ഷണം ഇലയിൽ കിളിയന്തറ നവനളന്ദ ഗ്രന്ഥാലയത്തിന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയട്ടെ.
എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ചില സൗഹൃദങ്ങൾ നമ്മുടെ അസ്തിത്വത്തിന് തന്നെ ഒരു ഭാഗമാണ്. ആ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സൗഹൃദങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെയും സാധിക്കാതെ പോകുന്നു. അങ്ങനെയുള്ള സൗഹൃദങ്ങളും ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ? എവിടെയോ എപ്പോ വെച്ച് കണ്ടുകൊട്ട്, പക്ഷെ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടായെന്ന് വരില്ല. ഇതുപോലെയുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ ഇതിലൊന്നും ആ മുഖം പോലെ ആയിരിക്കില്ല എന്ന് നമുക്ക് തോന്നാറില്ല. അതാണ് ചില സൗഹൃദങ്ങൾ കണ്ടില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കും. അത് പ്രണയമായാലും സൗഹൃദമായാലും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മുത്തച്ചേട്ടൻ ഓരോ വാക്കുകൾ ഇങ്ങനെ പറയുന്നു വിചാരിച്ച് അത് ഇതുമായിട്ടൊന്നുമില്ല, ബന്ധമില്ല കേട്ടോ. ഓണസദ്യ എല്ലാവരും ആഘോഷിക്കുകയാണ്. ആ കൂടെ പെട്ടെന്ന് വായിൽ തോന്നിയ ഓരോ തമാശ സാഹിത്യമൊന്നും വിഷയവുമില്ല, വെറുതെ സൗഹൃദത്തിൻ്റെ ഓരോ രൂപങ്ങളും. ആ അമ്മച്ചയ്ക്ക് എത്ര സന്തോഷത്തോടു കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന്. അതാണ് കുട്ടപ്പന്മാരെല്ലാം വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ ഇതിലാണ്. നല്ല തിരക്കുണ്ട്, കഴിക്കണം കേട്ടോ. ഈ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള കാര്യം, ഈ ഗ്രാമത്തെ നയിക്കുന്നത് ഈ നവനിർമ്മാണ മന്ത്രാലയമാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ള ഗൗരവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ മത്സരാർത്ഥികൾക്കൊപ്പം നമ്മൾ അവർക്ക് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനവും അതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും കോംപ്ലിമെന്റ് ഉൾപ്പെടെ അവർക്ക് കോംപ്ലിമെന്റ് ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടിയാണ് സംഘടനാ സമിതി തീരുമാനിച്ചിട്ടുള്ളതും. അതുപോലെയാണ് എല്ലാ വർഷവും നമ്മൾ നൽകുന്നത്. വലിയ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ സംഘാടക സമിതി ഓണാഘോഷ പരിപാടി നടത്താൻ നാട്ടിൽ എത്തിച്ചേരാനായിട്ടുള്ള ഒരു അവസരം ഇത് രാവിലെ അച്ഛൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യമാണ്. ഓണത്തിൻ്റെ ഗൗരവമൊന്നും ചോർന്നു പോകാതെ തന്നെയാണ് സംഘാടക സമിതി ഈ പരിപാടി ആലോചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഉച്ചഭക്ഷണ സമയത്ത് നമ്മളൊരു 12:45 ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ ഹാളിനകത്തുണ്ടായിരുന്ന ഒരു തിരക്കും എനിക്ക് ആദ്യത്തെ ട്രിപ്പ് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു തള്ളിക്കയറ്റവും ആ ഒരാളെ മാറ്റി മറ്റൊരാൾ സീറ്റ് പിടിക്കുന്നത് വളരെ സ്നേഹത്തോടു കൂടി അവർ ആ സീറ്റിലേക്ക് മറ്റൊരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നതെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു രണ്ടാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നൈനികയും ആരുവിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു ആദിവാസി മേഖലയിൽ നമ്മൾ 10-80 കിറ്റ് അരിയടങ്ങുന്ന കിറ്റ് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വായനശാലയിൽ നടത്തിയ ഒരു മഹത്തായ പ്രവർത്തനം തന്നെയാണ്. അതിനുശേഷം എന്തൊരു രസം, എന്തൊരു മനോഹരം. ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു വാവയും എത്തിയിരിക്കുകയാണ്. അച്ഛൻ്റെ മടിയിലിരുന്ന് പാട്ട് കേട്ട് ഇവിടുത്തെ മത്സരങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ഈ കുട്ടി അച്ഛൻ്റെ മടിയിലിരുന്നുകൊണ്ട്. വിളവെടുപ്പുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ കഴിഞ്ഞ മെയ് മാസം തുടങ്ങുന്ന മഴ, അതിനുശേഷം കർക്കിടക മാസം വരെ കഠിനമായ തീവ്രമായ മഴ, കർക്കിടക മാസം പറഞ്ഞത് അത് കഴിഞ്ഞ് കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കൊണ്ട് ഇതിലേക്ക് കടുത്ത മഴയായിരുന്നു. ഇന്ന് എങ്ങനെയാവുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട്
ആൾക്കാരുടെ പങ്കാളിത്തത്തിനൊക്കെ കുറവ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇതിനോടുള്ള അവബോധമില്ല എന്നുള്ളതല്ല. രണ്ടാം സമ്മാനം വേണ്ടവനാണ്. ഏറെ സ്നേഹം. അടുത്തത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സമ്മാനം ഏറ്റവും നടന്ന ഒരു മത്സരമായിരുന്നു മുതിർന്ന സ്ത്രീകളുടെ കസേരകളി മത്സരം. അടുത്തത് കസേരകളി മത്സരമായിരുന്നു. 1ാം സമ്മാനത്തിന് 2ാം സമ്മാനം അടുത്തത് ഫസ്റ്റ് പ്രൈസ് ആൻമരിയ ഉപ്പാന്തരത്തിൽ, സെക്കൻഡ് പ്രൈസ് മിലൻ. ഫസ്റ്റ് പ്രൈസും ഒരു സെക്കൻഡ് പ്രൈസുമാണ്. സെക്കൻഡ് പ്രൈസ് ഏലിയാമ്മ തോമസ്. സെക്കൻഡ് പ്രൈസ് അഫ്ന. വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു തവളച്ചാട്ട മത്സരം. വളരെ കൗതുകമായി. അടുത്തത് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എല്ലാവരും കൈയടിച്ച് കുട്ടികളിലേക്ക്. അടുത്തത് സെക്കൻഡ് പ്രൈസ് ജിയ മരിയ ജിബോയി. അടുത്തത് വളരെ ആവേശകരമായി ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ വളരെ സസ്പെൻസോടെ നടന്ന ഒരു മത്സരമായിരുന്നു. അതുൽ. രണ്ടാമത്തെ സെക്കൻഡ് പ്രൈസ് ആൻമരിയ. പാട്ട് മത്സരം കുട്ടികളുടെ വിഭാഗത്തിൽ പാടിയതിനു ശേഷം ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്തത്. മുതിർന്നവരുടെ ജോലി. നമ്മൾ ഈ നോട്ടീസിൽ ഒരു മത്സര വിഭാഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ. രാവിലെ മുതൽ ഇവിടെ ശ്രമകരമായ വിവിധ വിഭവങ്ങളുള്ള ഓണസദ്യ, കലാപരിപാടികൾ, ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒന്ന് ഒച്ച വെച്ചാൽ ആള് കൂടി വരുന്ന ഒരു പ്രദേശം പോലെ നമുക്ക് കഴിയുന്നത്. അടുത്തത് 2 ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാറ്റഗറിയിൽ നടന്ന മിഠായി കൊടുക്കൽ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് നാമിയ രാജേഷ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നാമിയ രാജേഷിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സെക്കൻഡ് പ്രൈസ് ശിവന്യ. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശിവന്യയെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കും. അടുത്തത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മിഠായി റിയ. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റിയ. രണ്ടാം സമ്മാനം കണ്ടില്ലേ? മിഠായി പെറുക്കലല്ല, മിഠായി. തന്നെ മുഴുവൻ ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി